മിഴി ഫിലിപ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ദൃശ്യം 4ന്റെ കഥയെ പറ്റിയാണ്. ദൃശ്യം 4, 5 എന്നീ പാർട്ടുകളുടെ കഥ എങ്ങനെയാകുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ദൃശ്യം 1, 2, 3 എന്നീ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. കുറച്ച് സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് ദൃശ്യം 3 കണ്ടവർ കാണുക. കാരണം എൻ്റെ മനസ്സിലുള്ള ദൃശ്യം 4 ആൻഡ് ദൃശ്യം 5 സിനിമകളുടെ ത്രെഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഏതൊക്കെ വ്യത്യസ്ത രീതിയിൽ ദൃശ്യം 4 ആൻഡ് ദൃശ്യം 5 കൺവിൻസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ദൃശ്യം 4 കൺഫേം ആണ്, പക്ഷേ ദൃശ്യം 3 എൻഡ് വെച്ച് നോക്കിയാൽ മിനിമം 2 സിനിമകൾക്കുള്ള സ്റ്റഫ് ജിത്തു ജോസഫ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൃശ്യം 4 മാത്രമല്ല ദൃശ്യം 5 കൂടി വരുമെന്നുറപ്പാണ്. ദൃശ്യം 2, ദൃശ്യം 3 എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ടുള്ള കഥ എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ പോയിന്റിലാണ്. അതായത് ജോർജ് കുട്ടി എഴുതിയുണ്ടാക്കിയ സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ് ജോർജ് കുട്ടിയുടെ ലൈഫിൽ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജോർജ് കുട്ടിക്ക് എല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ദൃശ്യം 2ന്റെ ക്ലൈമാക്സിൽ വരുണിന്റെ അസ്ഥികൾ കത്തിക്കുന്നു എന്നത് വിനയചന്ദ്രനോട് പറഞ്ഞ കഥ മാത്രമാണ്. വിനയചന്ദ്രന്റെ കാഴ്ചപ്പാടാണത്. അതുകൊണ്ട് അത് റിയൽ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ദൃശ്യം 3യിൽ ജോർജ് കുട്ടി 35 ലിറ്റർ ആസിഡ് വാങ്ങിച്ചുവെന്നും പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലും എന്തോ മിസ്റ്ററി ഉണ്ട്. വരുണിനെ കത്തിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. പിന്നെ ആസിഡ് എന്തിനു വാങ്ങിയെന്ന ചോദ്യം ബാക്കിയാണ്. അതുപോലെ കുഴിവെട്ടിയുടെ വീടിൻ്റെ അടിയിൽ അസ്ഥി ഉണ്ടെന്നൊരു തിയറിയും ദൃശ്യം 3യിൽ പറയുന്നുണ്ട്. അത് കൺഫേം അല്ല. ആ റിസർവ് ഫോറസ്റ്റിലോ ആ പുഴയിലോ എവിടെ വേണമെങ്കിലും ആവാം. മറ്റൊരു പോയിന്റ് ഉള്ളത് ജോർജ് കുട്ടിയുടെ സ്വന്തം വീട് തന്നെയാണ്. ഒരിക്കൽ പശുക്കിടാവിനെ കിട്ടിയ അതേ സ്പോട്ടിൽ വരുണിനെ വീണ്ടും കൊണ്ട് കുഴിച്ചിട്ടാൽ അവിടെ ആരും ഒരിക്കലും വീണ്ടും കുഴിച്ച് നോക്കാൻ സാധ്യതയില്ല. അതൊരു ബ്രില്യൻറ്റ് സ്പോട്ടാണ്. അല്ലെങ്കിൽ വരുണിൻ്റെ എല്ലുപൊടികളും മറ്റും വളമായിട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്ത് കാണും. അല്ലെങ്കിൽ ആസിഡായിട്ട് മിക്സ് ചെയ്ത് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി കാണും. അതെല്ലാം പോട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. ദൃശ്യം 4ൽ ജോർജ് കുട്ടി പിടിക്കപ്പെടുന്നതും പിന്നീടുണ്ടാകുന്ന വാദവുമൊക്കെയാവും പ്രധാന ഭാഗം. അതിലേക്ക് ഗീതാ പ്രഭാകർ വരുന്നതും അഞ്ജുവിനെ കൂടി പ്രതിയാക്കാൻ നോക്കുന്നതുമാണ് ഏറ്റവും സിമ്പിളായ ത്രെഡ്. അഞ്ജുവിൻ്റെ കാര്യം കഷ്ടമാണ്. കല്യാണം മുടങ്ങുമോ എന്നൊക്കെ പേടിച്ചിരുന്നിട്ട് ഒടുക്കം ഫസ്റ്റ് നൈറ്റ് മുടങ്ങി കെട്ടിയോനും ഒളിച്ചോടിയെന്ന അവസ്ഥയിലായി. സമൂഹം വീണ്ടും അഞ്ജുവിനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങുമോ എന്നറിയില്ല. മറ്റൊരു സാധ്യതയുള്ളത് ജോർജ് കുട്ടി തന്നെ കൊടുക്കുന്ന തെളിവുകളും ചാർജ് ഷീറ്റും വെച്ചാണ് പോലീസ് കേസ് ചാർജ് ചെയ്യുക എന്നൊരു എഗ്രിമെൻറ്റ് പോലീസും ജോർജ് കുട്ടിയും തമ്മിൽ ഉണ്ട് എന്നതാണ്. പോലീസ് അവിടെ ചതിക്കുമോ എന്നറിയില്ല. അഥവാ ചതിച്ചാൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ എന്തെങ്കിലും സ്റ്റഫ് അതിൽ ജോർജ് കുട്ടി തന്നെ കരുതി വെച്ചിട്ടുണ്ടാവും എന്നതാണ്. ഇനി ജോർജ് കുട്ടി ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ആ കുടുംബം കൂടുതൽ വർണറബിൾ ആവില്ലേ? അഞ്ജുവിനെയും അനുവിനെയും റാണിയെയും ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനോ അപായപ്പെടുത്താനോ ഇല്ലാതെയാക്കാനോ ഗീതയ്ക്കും പ്രഭാകരനും അവസരം കിട്ടും. അങ്ങനെ വന്നാൽ ജോർജ് കുട്ടി എങ്ങനെയാവും പ്രതികരിക്കുക? ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ ഒരു ജയിൽ ചാട്ടത്തിന് പോലും സ്കോപ്പ് ഉണ്ട്. അയാൾ കുടുംബമായിട്ട് എവിടേക്കെങ്കിലും മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ രക്ഷപ്പെട്ടു പോകാനോ മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു പുതിയ ലൈഫ് തുടങ്ങാനോ ചാൻസ് ഉണ്ട്. ഇനി അയാളുടെ കുടുംബത്തിലെ എല്ലാവരും ഇല്ലാതെയായി എന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ എന്തായിരിക്കും ജോർജ് കുട്ടിയുടെ പ്രതികാരം? അത് ആലോചിച്ചിട്ടുണ്ടോ? അനുവിൻ്റെ കഥാപാത്രം സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ആ കോഴ്സ് കൊണ്ട് ജോർജ് കുട്ടിക്ക് കാര്യമായ പ്രയോജനങ്ങളുണ്ടാവും. പല രീതിയിലും ആ കോഴ്സിനെ കഥയിലെ മെയിൻ പ്ലോട്ടാക്കി മാറ്റാം. അതുകൊണ്ട് 4ാം ഭാഗം കൊണ്ടൊന്നും അവസാനിക്കില്ല. 4ാം ഭാഗം ഉണ്ടായാൽ അതൊരു പാർട്ടിൽ തീരുന്ന കഥയായിരിക്കില്ല. സ്വാഭാവികമായി 5ാം ഭാഗം ഉറപ്പായും ഉണ്ടാകും. ഈ കഥ അവസാനിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജോർജ് കുട്ടി അല്ലെങ്കിൽ ഗീതാ പ്രഭാകർ ഇവരിൽ ഒരാൾ ഇല്ലാതെയാവണം. ഇതിലെ ഏറ്റവും ഭീകരമായ ഒരു സാധ്യത എന്നത് ജോർജ് കുട്ടി തൻ്റെ മരണം ഫേക്ക് ചെയ്യുക എന്നതാണ്. അങ്ങനെ വന്നാലും കുടുംബം സേഫ് ആയിരിക്കില്ല എന്നതാണ് സത്യം. ഇനി അതിനേക്കാൾ ഭീകരമായ സാധ്യത എന്നത് ഇവർ 4 പേരുടെയും മരണം ഫേക്ക് ചെയ്ത് നാട് വിടുക എന്നതാണ്. അധികമാരും ഫോക്കസ് ചെയ്യാത്ത മറ്റൊരു സിമ്പിളെന്ന് തോന്നിക്കുന്ന സാധനം ദൃശ്യം 3യിലുണ്ട്. ജോർജ് കുട്ടി ഇറക്കുന്ന ദൃശ്യം എന്ന സിനിമയുടെ വ്യാജപതിപ്പ് യൂട്യൂബിൽ ലീക്കായി എന്നൊരു സാധനം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും വെറുതെ അവിടെ ആൻറ്റി പൈറസി സോഷ്യൽ മെസ്സേജ് കൊടുക്കാനൊന്നും കൊണ്ടുവച്ചതല്ല. അതിലും എന്തോ പരിപാടിയുണ്ട്. ജോർജ് കുട്ടിയുടെ കഥയിൽ ഒരുപാട് ലൂസൻസ് ഇപ്പോൾ ഉണ്ട്. ജോസിൻ്റെ കഥാപാത്രം, വക്കീൽ കഥാപാത്രം, അഞ്ജുവിൻ്റെ സൈക്കോളജിസ്റ്റ് എന്നിങ്ങനെ ആ ലിസ്റ്റ് നീളുന്നു. ഇവർ എല്ലാവർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, എന്നാൽ ആർക്കും പൂർണ്ണമായി ഒന്നും അറിയില്ല. ഇവർക്ക് എല്ലാവർക്കും തന്നെ ജോർജ് കുട്ടി സത്യമെന്ന പേരിൽ കുറേ ഫേക്ക് ഇൻഫർമേഷൻസും കള്ളങ്ങളും പാതി സത്യങ്ങളുമൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരിൽ ആര് മറുകണ്ഠം ചാടിയാലും അതിനെ തടയിടാൻ ജോർജ് കുട്ടിക്ക് പറ്റും.
മറ്റൊരു പോസിബിലിറ്റി ഉള്ളത് ജോർജ് കുട്ടിക്ക് എന്തേലും അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയല്ല, വരുണിൻ്റെ ബോഡി എവിടെ വെച്ചു, അതിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം മാത്രം ജോർജ് കുട്ടി മറന്നു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബോഡി അന്വേഷിച്ച് ജോർജ് കുട്ടി നടക്കുന്നതും മറ്റൊരു സൈഡിലൂടെ ഇയാളിലൂടെ തന്നെ സത്യങ്ങൾ അറിയാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നതും ഒരു സാധ്യതയാണ്. ഈ ഓർമ്മക്കുറവ് അയാൾ ഫേക്ക് ചെയ്യുന്നത് ആണെന്നൊരു പോസിബിലിറ്റി കൂടെ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ ഈ ലോകത്തിൽ ഇതുവരെ വന്നതും വരാത്തതുമായ ഏത് ജോണറിലും ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് കൺസീവ് ചെയ്യാം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അനുവിനെയോ അഞ്ജുവിനെയോ നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ അവർ ജോർജ് കുട്ടിക്ക് എതിരാവുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ പറ്റും. എന്നിട്ട് അതൊരു ഡബിൾ പ്ലേ ആയിരുന്നു എന്നും കൊണ്ടുവരാം. ചുരുക്കി പറഞ്ഞാൽ ജോർജ് കുട്ടിയുടെ അവസാന ശ്വാസം വരെ മോഹൻലാൽ എന്ന നടൻ അഭിനയം നിർത്തുന്നത് വരെ എത്രയൊക്കെ ഭാഗങ്ങളായിട്ട് വേണമെങ്കിലും ഇറക്കാൻ സ്കോപ്പുള്ളതെന്നാണ് ദൃശ്യം. എങ്ങനെ വേണമെങ്കിലും ഈ കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ജിത്തു സിനിമാറ്റിക് യൂണിവേഴ്സായിട്ട് പോലും കൺസീവ് ചെയ്യാം. ഡിറ്റക്റ്റീവ്, കൂമൻ, മെമ്മറീസ്, നേര്, 12th മാൻ എന്നിങ്ങനെ ഏത് സിനിമയായിട്ടും ക്രോസ് ഓവർ ചെയ്യാൻ പറ്റും. മോഹൻലാൽ തന്നെ ഡബിൾ റോളിലോ ട്രിപ്പിൾ റോളിലോ വരാം. കേസ് അന്വേഷിക്കാൻ 12th മാൻ, വക്കീലായിട്ട് നേരിലെ വക്കീൽ, പ്രതിയായിട്ട് ജോർജ് കുട്ടി, ഇതെല്ലാം സിനിമാറ്റിക് ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും കറവ് പറ്റാത്ത ഒരു പശുവും ഉറവ് പറ്റാത്ത ഒരു ജലശേഖരവുമാണ് ദൃശ്യം. ഇതിൻ്റെ എത്ര ഭാഗങ്ങൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.